മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പിന്നെ അവിടെ വന്നപ്പോ അമ്മായും ദിവ്യപ്രഭയൊക്കെ മോശമായിട്ട് പെരുമാറിയെന്നുള്ള കാര്യവും പറഞ്ഞു. നിന്നെ അവരൊക്കെ കഷ്ടപ്പെടുത്തുന്നുള്ള പേടിയാ ചേച്ചിക്ക്. വഴക്കിനൊന്നും പോവരുത്, ക്ഷമിക്കണമെന്നൊക്കെ ചേച്ചി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ ഒരു പരിധി വിട്ട് ക്ഷമിക്കാനൊന്നും നീ പോണ്ട. അമ്മായിക്ക് പ്രായമായി, അതോർത്ത് കുറച്ചൊക്കെ ക്ഷമിക്കാം. പക്ഷെ ദിവ്യപ്രഭ ആവശ്യമില്ലാതെ ചൊറിയാൻ വന്നാ അടിച്ച് കാരണം പൊട്ടിക്കണം. ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. നീ എന്താ പേടിച്ചു പോയോ? ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ഒന്ന് പൊട്ടിച്ചേക്കണം കാരണത്ത്. എന്നിട്ട് നീ ഇറങ്ങി ഇങ്ങോട്ട് പോര്, ബാക്കി നമുക്ക് നോക്കാം. ആകാശേട്ടൻ വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ ആകാശേട്ടന് നിന്റെ കൂടെ നിൽക്കും. ചേച്ചി, ഞാൻ കട്ട് ചെയ്യുവാണേ. അല്ല, ഓഹോ, അപ്പൊ എന്നെ മര്യാദ പഠിപ്പിക്കാനാണോ ഈ വെപ്രാളപ്പെട്ട് കല്യാണം നടത്തി നിന്നെ ഇങ്ങോട്ട് വിട്ടത്? നീ ഇങ്ങോട്ട് വന്നേ, ബാക്കിയുള്ളവരോട് അറിയട്ടെ നിന്റെ വിശേഷങ്ങൾ. അത് അനുഗീച്ച് വെറുതെ. മനസ്സിലായി. എന്തായാലും നിന്റെ ചേച്ചിമാരുടെ ഉള്ളിലിരിപ്പേ എല്ലാരും അറിയട്ടെ. വാ ഇങ്ങോട്ട്. സംഗതി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത്. ഇവളിങ്ങോട്ട് വന്നതേ ആകാശിന്റെ ഭാര്യയായിട്ടൊന്നും അല്ല, പഞ്ചരത്നത്തിലെ ഗുണ്ടയായിട്ടാ. നീ എന്തോ ദിവ്യ പറയുന്നേ? വെറുതെ പറഞ്ഞൊന്നും അല്ല, ഞാനേ കേട്ട കാര്യം പറഞ്ഞത്. എന്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. ദിവ്യേ, അഖില ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ, അതിന് മുടങ്ങിയ വഴക്ക്. ഓ, ഇതൊരു മാതിരി വഴക്കൊണ്ടൊക്കെ കാത്തിരുന്ന പോലെ ഉണ്ടല്ലോ. അങ്കിളിനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇവരോട് ചോദിക്ക്. എന്താ കാര്യം ഒന്ന് പറയാകില്ലേ? അനുഗീച്ച് ഫോൺ വിളിച്ചു. അനുഗീച്ച് സംസാരിച്ചത് ദിവ്യേച്ചി കേട്ടു. ആന്റി, ഇവളുടെ മട്ടുഭാവം കണ്ടപ്പോ സംശയം തോന്നി ഫോൺ സ്പീക്കറിലിടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ തോന്നിയതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. എന്ത് കാര്യം? നിന്റെ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. പറ, കേക്കട്ടെ. ഇവള് പറയില്ല, എനിക്ക് പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ. ഇവിടെ ഇവള് ആരെങ്കിലും വഴക്ക് പറഞ്ഞവരെ തല്ലണോന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. നുണ പറയുന്നോടി. ആന്റിക്ക് പ്രായമായതുകൊണ്ട് വലിയ ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ട് തല്ലണ്ട. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അടിച്ച് കാരണം പൊട്ടിക്കണോന്ന്. അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ഞാൻ എന്റെ ഈ 2 ചെവി കൊണ്ട് കേട്ടതാ. പറഞ്ഞില്ലേടി? ചേച്ചി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അടിച്ച് കാരണം പൊട്ടിക്കാൻ പറയുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നിട്ട് ആ കൂട്ടത്തില് വേറൊരു ഉപദേശം കൂടി. തല്ലിയിട്ട് ഇവിടെ നിക്കണ്ട, നേരെ അങ്ങോട്ട് ചെന്നോളാൻ. ഇപ്പൊ മനസ്സിലായോ? ഇവളിവിടെ വന്നതേ മരുമകളായിട്ടൊന്നും അല്ല, എന്നെ തല്ലാനായിട്ടുള്ള കൊട്ടേഷനുമായിട്ടാ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഒരാളുടെ ഫോൺ നിർബന്ധിച്ച് സ്പീക്കറിലിടുന്നതും അത് മറ്റൊരാൾ കേൾക്കുന്നതും മര്യാദയല്ല. മോളെ, നിനക്ക് വരുന്ന കോള് നിനക്ക് കേൾക്കാനുള്ളതാ. അത് എത്ര കൊടികെട്ടി ആള് പറഞ്ഞാലും സ്പീക്കറിലിട്ട് അവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മാറടി ഇങ്ങോട്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനും ഇവളും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നവരാ. എന്നിട്ട് ഞങ്ങളെ തരംതിരിച്ച് കാണുന്നുണ്ടോ? ഇവളെ മുൻനിർത്തി എന്നെ തോൽപ്പിക്കാന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ. നിന്നെ ഞാൻ വിടില്ല മോളെ. എന്താണാവോ എന്നെ തല്ലണ്ടാന്ന് വെച്ചത്? സഹതാപം കൊണ്ടാ? ചേച്ചിമാരുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് കളിക്കാൻ വന്നാലുണ്ടല്ലോ, കളി ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, നോക്കിക്കോ. എന്താണോ സാൻ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ വാ, നമുക്ക് കുറച്ച് മോളിൽ പോയിരിക്കാം. വേണ്ട, ആകാശേട്ടൻ പൊക്കോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്.
അമ്മ വേറെ അമ്മായിയമ്മ വേറെ. എന്റെ അടുത്ത് പോരെടുക്കാൻ വന്നാ ഒട്ടിക്കും ഞാൻ ചെകിടത്ത്. ആഭരണങ്ങൾ തന്നില്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരും അവള്. ഇവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല അവൾക്ക്. അടിമയായിരിക്കും, അടിമ. അഭി, മാമന്റെ വീട്ടില് അഖില അക്സെപ്റ്റ് ചെയ്തോ? മാമിയും ദിവ്യപ്രഭയൊക്കെ? ഇല്ല, പരിഹാസ അവളോടും ഞങ്ങളോടും. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അഖിലേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവായിരുന്നാ മതി. അറിയില്ല, ഇനി എന്തൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയില്ല ബി. തന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ടിരിക്കേ. എന്തു വന്നാലും നമ്മൾ നേരിടണ്ടേ? ഞാൻ കുറച്ചേരം തനിച്ചിരിക്കട്ടെ. ഞാൻ വിളിക്കാം ബി. എന്താണ് നീ രാത്രിയിൽ പാലേ കുടിക്കൂ? ഇതെനിക്കല്ല, ആകാശേട്ടനാ. ഓ, അതിരാത്രി ആഘോഷിക്കാനായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാലോ തേനോ എന്താന്ന് വെച്ചാൽ നീ കൊടുത്തോ. പക്ഷെ അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം അവന്, ആകാശിന്. ഇവിടെ സുമേഷോ ഞാനോ വാങ്ങി വെച്ചിരിക്കുന്ന എന്തെങ്കിലും നീ എടുത്താ എന്റെ സ്വഭാവം മാറും. ഇതൊക്കെ വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. ഓ, പോകാൻ നേരം നിന്റെ ചേച്ചി തന്ന കാശ്. അത് തീരുമ്പോ നീ എന്ത് ചെയ്യും? വീണ്ടും തരുമായിരിക്കും അല്ലേ? പഞ്ചരക്തത്തിൽ നിന്നുള്ള ലാഭം നിന്റെ ചേച്ചി ഒറ്റയ്ക്ക് വിഴുങ്ങുമല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച അനിയത്തിമാർക്കും കൊടുക്കുമായിരിക്കും. ആകാശിന്റെ ഭാഗ്യം. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ദാ ഭാര്യ പാലുമായിട്ട് പോകുന്നു. ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കതിന് യോഗയില്ല. എന്തോന്ന് വായി നോക്കി നിൽക്കുന്ന? ഇങ്ങോട്ട് വന്നേ സുമേഷേ, വാ വരാൻ. ഈ പഴഞ്ചൻ പരിപാടിക്ക് ഇപ്പോഴും ഉണ്ടോ? ആദ്യ രാത്രി നമ്രശിരസ്കായി പാലും കൊണ്ടിരുന്ന ഭാര്യ, കയ്യിൽ ചുറ്റിയ മുല്ലപ്പൂമാലയുമായി അതിന്റെ സുഗന്ധം നുകർന്നിരിക്കുന്ന ഭർത്താവ്. കളിയാക്കണ്ട, അങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ നല്ലതല്ലേ? പിന്നെ താനിങ്ങോട്ടിരുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ? ഞാനിതിൽ പാതി കുടിച്ചിട്ട് ബാക്കി പാതി അങ്ങോട്ട് തരണം, അങ്ങനെയല്ലേ? എന്നാലേ നമുക്കൊരു മാറ്റം വരുത്താം. ആദ്യത്തെ പകുതി താൻ കുടിച്ചോ, അതിന്റെ പകുതി എനിക്ക് എന്നാ മതി. അത് വേണ്ട. അത് വേണം. കുടിക്ക് കുടിക്ക്. പോവാൻ നേരം ചേച്ചി കയ്യിൽ വെച്ചു കൊടുത്ത നക്കാപ്പിച്ചയുടെ അഹങ്കാരം അവൾക്ക്. ആകാശിന് പാലും മുട്ടയും വാങ്ങാനുള്ള കാശ് അവളുടെ കയ്യിലുണ്ടെന്ന്. ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല ദിവ്യേ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. ഇതുവരെ ഇങ്ങനെ ഒരു സീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ജീവിച്ച് ഞാൻ മടുത്തു. മടുക്കണം. നിങ്ങളുടെ അമ്മ എന്റെ അമ്മയെ പറ്റിച്ച 60 പവന്റെ സ്വർണ്ണം എനിക്ക് കിട്ടാതെ
സുമേഷിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. ഇനി ആ സ്വർണം കിട്ടില്ല ദിവ്യേ. എത്ര പ്രാവശ്യം നമ്മുടെ കയ്യെത്തും ദൂരത്ത് വന്നതാ അത്. എന്നിട്ടും അത് അകന്നകന്ന് പോയില്ലേ. ഇനി അത് ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ? സുമേഷിന്റെ ആശ ഒരിക്കലും നടക്കുകയില്ല. ദേ നോക്ക്, ആകാശ് വളരെ ഫാസ്റ്റ് ആള്. മിക്കവാറും 2 മാസം കഴിയുമ്പോ അഖില ഗർഭിണിയാവും. അതിന്റെ നാണക്കേട് നിനക്കാ. എനിക്കെന്ത് നാണക്കേട്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഗർഭിണിയാവാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആളുകൾ കരുതും. അത് സുമേഷിന്റെ കുഴപ്പമാണെന്ന് കരുതിക്കൂടെ? എന്നോട് ചോദിക്കാറുള്ളവരോടൊക്കെ ഞാൻ അങ്ങനെയാ പറയാറുള്ളത്. നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എന്താ ഒരു ഗൂഢാലോചന? ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? ആന്റി, അവളൊരു ഗ്ലാസ് പാലുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ പോയിട്ടുണ്ട്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പിന്നെ ഞാൻ എന്തോന്ന് പ്ലാൻ ഉണ്ടാക്കാന്? അങ്ങനെ നമ്മളെയൊക്കെ കളിയാക്കിയിട്ട് അവരെങ്ങനെ ആഘോഷിക്കണ്ട. ഞാൻ പറയും പോലെ ആന്റിക്ക് ചെയ്യാവോ? എന്ത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. എന്നാ വാ പോ. ശരി, ഞാൻ ചെന്നിട്ട് എന്തൊക്കെയാ പറയണ്ടേ? ഞാൻ പറഞ്ഞു തന്നതുപോലെ അങ്ങ് പറഞ്ഞാ മതി. കള്ളത്തരങ്ങൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ആന്റി. അങ്ങോട്ട് ചില്ല്. ഓ, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്നാ പിന്നെ ഉറങ്ങിയല്ലോ. അങ്ങനെ ഉറങ്ങാനാണോ ഇത്രയും കാലം കാത്തിരുന്നേ? ഞാൻ ആലോചിക്കായിരുന്നു, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരുന്നേ. കല്യാണ നിശ്ചയ ദിവസം മുതൽ എന്തൊക്കെ ഉണ്ടായി? എന്തൊക്കെ ഉണ്ടായാലും എന്താ ആകാശേട്ടാ, അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ എന്തൊരു പുതിയ ജീവിതം തുടങ്ങാം. എന്താണോ മുഖം വല്ലാതായി? എനിക്കും അനുഗേശിക്കും ആരാധ്യയ്ക്കും ആദരിക്കും ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി പാവം അമൃതേച്ചി പെട്ട പാടുകൾ ഓർക്കുമായിരുന്നു. ഞാനിങ്ങ് പോന്നപ്പോ ഭയങ്കര സങ്കടമായി കാണും. ഞാനൊന്ന് വിളിക്കട്ടെ? വിളിക്കാം. എന്റെ കാലിന് വല്ലാത്തൊരു വേദന. ആ കുഴമ്പിട്ടൊന്നും തിരുമ്മിത്തരാൻ അഖിലയോടൊന്ന് പറയടാ. ദിവ്യേട്ടത്തില്ലേ ഇവിടെ? അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അമ്മ പോയി അച്ഛനോട് പറ. അച്ഛനെ കൊണ്ട് കാല് തിരുമിക്കാനോ? അച്ഛൻ പിന്നെ ഇത്രയും കാലം എന്താ ചെയ്തേ? അതെ, അമ്മയുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും കാല് തിരുമാൻ അഖില വരില്ല. അമ്മ ചെല്ല്, ചെല്ലമ്മ, ചെല്ല്, ചെല്ല്. ചുമ്മാ ഓരോ. അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഞാനിപ്പോ അമ്മയുടെ കാല് തിരുമ്മിന്ന് വെച്ച് എന്താ കുഴപ്പം? എടി, നീ വിചാരിക്കുമ്പോൾ അമ്മയുടെ അസുഖം കാലിനല്ല, മനസ്സിനാണ്. അത് നീ വിചാരിച്ചില്ലെന്ന് മാറില്ല. മുന്തിയൊരു സൈക്കാട്രിസ്റ്റിനെ വേണം. അമ്മ, അയ്യോ മാമി. അമ്മ, അമ്മേ, അമ്മ, അമ്പിക, നീ തള്ളിയിട്ടാണോടി ആന്റിയെ? ഒന്ന് ചുമ്മാ റെഡി. മകളെ അമ്മ, അമ്പികേ.
എന്താ ആകാശ സംഭവിച്ചത്? അമ്മ ഒന്ന് വീണതാ, തല പൊട്ടിയിട്ടുണ്ട്, കുറച്ച് ബ്ലഡ് പോയി. പേടിക്കാനൊന്നുമില്ല, 2 സ്റ്റിച്ച് ഇട്ടു. ഉച്ചവരോടെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് പോകാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അറിയിക്കാത്ത എന്താ? ഇപ്പൊ അനഘ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അഖില രാത്രിനെ വിളിക്കാൻ തുടങ്ങിയതാ, ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. വെറുതെ എന്തിനാ നിങ്ങൾ ഉറക്കം കൊടുക്കലാണേ. ഞാനും അച്ഛനും കൂടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. രാവിലെ അച്ഛൻ പോയി. അഖിലയോ? അവള് അമ്മയ്ക്ക് കുടിക്കാനെന്തോ അങ്ങനെ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട്. ഏട്ടത്തെ റൂമിലുണ്ട്. ഞാനൊന്ന് പുറത്തു പോവാ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസ്ചാർജിനുള്ള നേരമാകുമ്പോൾ ഞാനിങ്ങ് വരാം. അമൃതേച്ചില്ലേ, റൂം നമ്പർ 202. ചേച്ചി എത്തിയോ? നീ വിളിച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ആകാശേട്ടൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ശരിക്കും ഇവളോട് ഉണ്ടായിരുന്നൊരു ഭാഗ്യമായി. വന്നപാടെ ഞാൻ അനഘയുടെ പേരാ പറഞ്ഞേ. അതോടെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ശരി, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോയിട്ട് വരാം. ശരിക്കും എന്താ മോളെ സംഭവിച്ചേ? എനിക്കറിയില്ല. അഖിലയും ആകാശേട്ടനും മുറിയിലായിരുന്നു അവൾ എന്നോട് പറഞ്ഞത്. ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോ മാമി ബോധം കെട്ട് കിടക്കുമായിരുന്നു. വീഴ്ചയിൽ പേടിച്ച് ബോധം പോവാനേ സാധ്യതയുള്ളൂ. മുറിവ് അത്ര സീരിയസ് ഒന്നും അല്ല. എങ്ങനെയാ വീണതെന്നൊന്നും പറഞ്ഞില്ലേ? ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വീഴാനുള്ളത് വീണു. എന്റെ സമയദോഷം. ഇനി സമയദോഷം എന്ന് പറഞ്ഞാ മതി. എന്റെ ആന്റി ഇങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കില്ലേ? ഞാൻ പറഞ്ഞത് നേരല്ലേ മോളെ? കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തതൊക്കെ തിരിച്ചു കിട്ടുക. ആ 60 പവൻ സ്വർണം എന്നെന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തുടങ്ങി എന്റെ നാശം. നീയും നിന്റെ അമ്മയുമായി വഴക്കുണ്ടാക്കി, കലാവതിയുമായി പിണങ്ങി. സ്വർണം തരാന്ന് അമൃത സമ്മതിച്ചിട്ട് പോലും അത് വാങ്ങാൻ പറ്റിയില്ല. ആകാശ് അതിനിടെ കയറി വഴക്കും ഉണ്ടാക്കി. പിന്നെയും ഞാൻ അമൃതയെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. പക്ഷെ ആ കള്ളന്മാര് എന്റെ സകല സ്വപ്നവും തകർത്തു. ഇപ്പോഴും ആന്റിക്ക് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. എല്ലാത്തിനും കാരണം അഖില ആന്റി. അവൾ ഇന്നലെ വീട്ടിൽ കയറി വന്നു. അന്ന് തന്നെ ആന്റിക്ക് അപകടവും പറ്റി. എന്നിട്ട് ആന്റി പറയുന്നു അത് ആന്റിയുടെ സമയദോഷമാണെന്ന്. ആന്റി, അത് ആന്റിയുടെ സമയദോഷമല്ല, അഖിലയുടെ ജാതക ദോഷ. പിന്നെ സ്വർണത്തിന്റെ കാര്യം ആകാശയുടെ കയറിന്ന് പറഞ്ഞല്ലോ. അവനെ പറഞ്ഞ് ഇളക്കി വിട്ടതേ ആ അമൃതയാണെന്ന് ഉറപ്പല്ലേ? സ്വർണം കള്ളന്മാര് കൊണ്ടുപോയ കാര്യം ആ കള്ളന്മാരെ അമൃത ഏർപ്പാടാക്കിയതാണെന്ന് ഒരു സംശയം വേണ്ട. നീ എന്താ പറഞ്ഞു വരുന്നേ? പാവത്താനായ ചേച്ചിയുടെ വേഷം കെട്ടി അവള് നമ്മളെ പറ്റിക്കായിരുന്നു. ആന്റിക്കുണ്ടായ സകല പ്രശ്നങ്ങൾക്ക് പിന്നിലും ആ അമൃതയാ. അങ്ങനെയാണെങ്കി അവളെ ഞാൻ വിടൂല. വിടരുത്. പക്ഷെ അവളോടുള്ള പ്രതികാരം നേരിട്ടല്ല ചെയ്യേണ്ടത്. നേരിട്ട് എന്തൊക്കെ ചെയ്താലും അവളതൊന്നും വക വയ്ക്കാൻ പോകുന്നില്ല, സഹിക്കും. പിന്നെ ആന്റിയെ പ്രതികാരം ചെയ്യേണ്ടതേ അമൃതയോടല്ല, അഖിലയോടാ. അവൾക്ക് നൊന്താ അമൃതയ്ക്കും വേദനിക്കും. അഖിലയ്ക്ക് നോവണം, അവള് കരയണം, പേടിക്കണം. അപ്പോ അമൃത നമ്മൾ വരച്ച വരയിൽ അവള് വരും. പക്ഷെ എങ്ങനെ? പറയാം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.